കൊയിലാണ്ടിയിൽ വെച്ചാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഒരു ഗാനമേള നടക്കുകയാണ്. എല്ലാവരും പാട്ടിൽ മുഴുകിയിരിപ്പാണ്. അവിടെയാണ് ഈ രണ്ടു പേരുടെ പ്രകടനം കാണാനിടയായത്. ഒരാൾ മലയാളിയും മറ്റൊരാൾ ബീഹാറിയുമാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു സാമ്യത, ഇവർ രണ്ടുപേരും മദ്യം കഴിച്ചിരുന്നു എന്നുള്ളതാണ്. അവർ ഈ പാട്ടിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് എന്ന് തോന്നാം. കള്ളുകൂടി ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരവസരമല്ല എന്ന് ആദ്യമേ പറയട്ടെ. പക്ഷേ കള്ളുകുടിക്കുന്ന മനുഷ്യരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ച് കുറച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഇവർ ഈ ഒരു പ്രകടനം നടത്തുമ്പോൾ ഒരുപാട് പേർ ചുറ്റുമുണ്ട്. അവരൊന്നും ഇവരെ പോലെ ആസ്വദിക്കുന്നില്ല എന്ന് തോന്നി. അതിന് കാരണം ഇവർ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് കരുതുന്നില്ല. അത് കരുതാതിരിക്കുന്നത് മദ്യം ഉപയോഗിച്ചതുകൊണ്ടാണ് എന്ന് തോന്നിയിട്ടുണ്ട്. മാനസിക സമ്മർദ്ദം ഏറ്റവും കൂടുതലുള്ള ഒരു സമൂഹമായി കേരള സമൂഹത്തെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന് കാരണം ഒരിക്കൽ പോലും തമാശ കേട്ടാൽ ചിരിക്കാതെ, പാട്ടുകൾ കേട്ടാൽ ഡാൻസ് കളിക്കാതെ നമ്മൾ ഏകമായ എന്തോ ചിന്തയിലാണ് എന്ന് തോന്നിയിട്ടുണ്ട്. എന്തിനാണ് നമുക്ക് ഈ ചെറിയ ജീവിതത്തിൽ ഇത്രയേറെ ചിന്തിക്കാനുള്ളത്? ഇത്രയേറെ സമ്മർദ്ദങ്ങൾ നമ്മൾക്കെന്തിനാണ്? മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയവരാണ് നമ്മൾ എന്ന് തോന്നിയിട്ടുണ്ട്. മറ്റുള്ളവരല്ല നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കേണ്ടത്. നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ സമാധാനത്തിനും വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങണം. നമ്മുടേതായ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതെ. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരെ അംഗീകരിക്കാനും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയേറെ ടെൻഷൻ അടിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ എന്തിനാണ് ഇങ്ങനെ മാറുന്നത്? ഈ രണ്ടു പേർ അവരുടേതായ രീതിയിൽ അവർ ഡാൻസ് കളിക്കുകയാണ്. അവർ ഈ പാട്ടുകളിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഈ പാട്ട് പാടുന്ന ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകരൊന്നും അവരോട് വലിയ രൂക്ഷമായ ഭാഷയിലുള്ള വിവേചനം കാണിച്ചില്ല എന്നത് വളരെ സന്തോഷം തോന്നിയൊരു സംഗതിയാണ്. കേരളത്തിൻ്റെ വരുമാനത്തിൽ ഇത്രയേറെ സംഭാവനകൾ നൽകുന്ന മറ്റൊരു വിഭാഗമില്ല എന്നറിയുമ്പോഴാണ് ഇവരെ നമുക്ക് ഇങ്ങനെ ട്രീറ്റ് ചെയ്താൽ മതിയോ എന്ന് ചിന്തിക്കേണ്ടി വരുന്നത്. ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടല്ല ഇങ്ങനെ പറയുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്തതിന് പലവട്ടം അത് ആവർത്തിച്ച് അത് ഓർമ്മപ്പെടുത്തുന്ന ആളുകൾക്കിടയിൽ ഇവർ വ്യത്യസ്തരാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. പണ്ട് ഒരു സിനിമാ നടൻ പറഞ്ഞ പോലെ, ഞങ്ങൾ കൂടി അമ്മമാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ല എന്ന് പറയുന്നത് വളരെ സത്യമായ ഒരു കാര്യമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?